പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നു. ആക്രമണം കടുപ്പിച്ച് സംയുക്ത സൈന്യം. ഇറാനിൽ മിസൈൽ വർഷം. ഹിസ്ബുള്ള ജനറലിനെ വധിച്ചു. യുദ്ധം 4 ആഴ്ച നീളുമെന്ന് ട്രംപ്. സമവായ ചർച്ചയ്ക്കില്ലെന്ന് ഇറാനിലെ എംബസി അടച്ച് സ്ഥാനപതിയെ തിരികെ വിളിച്ച് UAE. യൂറോപ്പിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളം ആക്രമിച്ചു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. വിമാനം വീണത് കുവൈറ്റിൽ. F-15 തകരുന്നത് ചരിത്രത്തിൽ ആദ്യം. കുവൈറ്റിലെ US ബേസിനും എംബസിക്കും നേരെ ഇറാന്റെ ആക്രമണം. ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ബഹ്റൈനിൽ മുന്നറിയിപ്പ് സൈറണുകൾ. അബുദാബിയിൽ സ്ഫോടനങ്ങൾ. പ്രത്യാക്രമണത്തിന് ഖത്തർ. യുദ്ധവിമാനങ്ങൾ ഒരുങ്ങുന്നു. ഗൾഫിലെ SSLC+2 പരീക്ഷകൾ മാറ്റി. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $82.37. ഓഹരി വിപണിയിൽ വൻ തകർച്ച. സ്വർണത്തിനും വില കുറഞ്ഞു. വിമാന സർവീസുകളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഗൾഫിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. യൂറോപ്പിലേക്കുള്ള റൂട്ടുകളിലും അനിശ്ചിതത്വം. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും നിലച്ചു. CPM MLA-മാരിൽ MM മണിയും AC മൊയ്തീനും മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ. കുന്നംകുളത്ത് M സ്വരാജിനെ പരിഗണിക്കുന്നു. മണലൂരിൽ C രവീന്ദ്രനാഥ് മത്സരിച്ചേക്കും. നെന്മാറയിൽ K ബാബുവിനും ആലത്തൂരിൽ KD പ്രസേനനും പകരക്കാർ വന്നേക്കും. LDF-ൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റില്ല. കോൺഗ്രസിൽ 40 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണ. പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. പ്രഖ്യാപനം പുതുയുഗ യാത്രയ്ക്ക് ശേഷം. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുക്കം പൂർണ്ണം. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി ലൈംഗികോദ്ദേശത്തോടെ പെരുമാറിയെന്ന് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത് 2022 നടന്ന സംഭവത്തിൽ. സഞ്ജു സാംസന് അഭിനന്ദന പ്രവാഹം. താരങ്ങൾ ചേട്ടൻ പൊളിയാണ് എന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്.